ഹായ്, നമുക്കിന്ന് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. നമുക്കതെങ്ങനെ മുളകിൽ വെക്കാമെന്ന് നോക്കാം. നമുക്ക് ഈ മത്തി കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് എന്തെല്ലാം സാധനം ആവശ്യമാണെന്ന് നോക്കാം. ഞാൻ അതിനുവേണ്ടി ഇവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് കൊടംപുളി എടുത്തിട്ടുണ്ട്. കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചെടുക്കാം. നമുക്കത് ചതച്ച് എടുക്കാം. അങ്ങനെ അത് ചതച്ചെടുത്തിട്ടുണ്ട്. തക്കാളിയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി എങ്ങനെ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ടു. അതൊന്ന് മൂത്ത് വരട്ടെ. ഉലുവ മൂത്തിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അത് ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇങ്ങനെ നമ്മുടെ അരപ്പ് നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരപ്പ് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് തിളപ്പിക്കാം. അരപ്പ് തിളച്ചിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് മീനിൽ ഉപ്പും പുളിയൊക്കെ പിടിക്കട്ടെ. അങ്ങനെ മത്തി മുളക് കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് മത്തി. മത്തിയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.